നമസ്കാരം. ഗീതകുന്തും പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അറക്കിൽ ആഘോഷത്തിൻ്റെ ഒരു തുടക്കത്തിലേക്കാണ് കടക്കുന്നത്. അതെ, ഇന്ന് ഗോവിന്ദൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഗോവിന്ദൻ്റെ പിറന്നാളിന് ഇത് രേഖയാണ് രാധിക വരുണുമായിട്ട് രഹസ്യ ചർച്ച നടത്തുകയാണ്. കാരണം ഗോവിന്ദൻ്റെ ഉള്ളിൽ ഗീതുവിനോട് പ്രണയം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ അമ്മയുടെ സ്നേഹം തിരിച്ചു പിടിക്കാൻ ആരും ഓർക്കാത്ത തൻ്റെ പിറന്നാൾ അമ്മ ഓർത്ത് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക്, അതായത് ഗോവിന്ദൻ്റെ ഉള്ളിൽ അമ്മയുടെ ആ ഒരു പഴയ സ്ഥാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അത് കേൾക്കുന്നത് രേഖയാണ്. രേഖ അത് കേട്ടിട്ട് നേരെ വന്ന് ഗീതുവിനോട് പറയുകയാണ്, നീ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നീ ഗോവിന്ദേട്ടനോട് തുറന്നു പറയണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഡ്വൈസൊക്കെ രേഖ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗീതു പ്ലാൻ ചെയ്യുകയാണ് ഇന്നത്തെ പിറന്നാളിന് എന്ത് കൊടുക്കണം, എന്ത് സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും വിജയലക്ഷ്മി തുറന്നു പറയുന്ന ഒരു സത്യമുണ്ട്. അതായത് അവൻ്റെ ജന്മദിനം, അതായത് ദിവസം ഇന്നാണെങ്കിലും നാളെ നേരത്തെ കഴിഞ്ഞുപോയി. അപ്പോൾ ഗീതു അത് കേട്ടപാടെ പെട്ടെന്ന് വിഷമിക്കുകയാണ്. അയ്യോ, നാളെ കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അതിൽ വിഷമിക്കേണ്ട, അത് ദൈവം അറിഞ്ഞു വെച്ച് നടത്തിയ ഒരു ബന്ധമാണ് നിങ്ങളുടേത്. അന്ന് ശയനപ്രദർശനം ചെയ്ത ഗീതു, അന്ന് ഗോവിന്ദന് വേണ്ടി ശയനപ്രദർശനം ചെയ്ത അതേ ദിവസം തന്നെയാണ് ഗോവിന്ദൻ്റെ നാൾ. അപ്പോൾ അന്ന് അത്രയും വലിയ കാര്യം നീ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഗീതുവിനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അപ്പോൾ എന്തായാലും ഗോവിന്ദ് ഇങ്ങനെ എന്തായാലും ഇതുവരെ ഗോവിന്ദ് അറയ്ക്കലിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല അജാസ് കുറച്ചധികം ഉപദേശമൊക്കെ വീണ്ടും കൊടുക്കുന്നുണ്ട്. കാരണം അജാസാണ് ഗോവിന്ദൻ്റെ ഉള്ളിലേക്ക് ഗീതുവിൻ്റെ കുറച്ച് നന്മകൾ വാരി വിതറിയത്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഗോവിന്ദൻ്റെ വായിൽ നിന്ന് കേട്ടത്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് എന്തൊക്കെയാണ് എന്തായാലും ഗോവിന്ദ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഗീതു എന്താണ് ആ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാം. അതുമാത്രമല്ല ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ എത്തുന്നത് മറ്റൊരു പെൺകുട്ടി കൂടിയാണ്. അന്ന് ഓഫീസിലെത്തിയത് അറയ്ക്കലിലേക്ക് എത്തിയ ആ ഒരു പെൺകുട്ടി ഇന്ന് ഗോവിന്ദൻ്റെ പിറന്നാൾ ദിവസം അറയ്ക്കലിലേക്ക് എത്തുകയാണ്. എന്തായാലും ഗോവിന്ദനുമായിട്ട് ദേഷ്യമൊന്നുമില്ല. ആ കേക്ക് കട്ട് ചെയ്ത് തന്നെ ഗോവിന്ദ് കൊടുക്കുന്നത് ആ പെൺകുട്ടിക്കാണ്. അറയ്ക്കൽ ഫുള്ളും അർമാദിച്ച് നടക്കുകയാണ് ആ പെൺകുട്ടി. അപ്പോൾ അതിലൊക്കെ ഗീതുവിന് വളരെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഈ ആഴ്ചത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് അറയ്ക്കൽ തറവാട്ടിൽ. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.